നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ BC 15,000 മുതൽ മനുഷ്യർ ജീവിച്ചിരുന്നതിന്റെ തെളിവ് കിട്ടിയപ്പോഴും കേരളത്തിൽ നിന്ന് BC 6,000 വർഷം മുതലുള്ള തെളിവുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിന് ഉദാഹരണമാണ് വയനാടുള്ള എടക്കൽ ഗുഹ. കേരളം മനുഷ്യർക്ക് വാസയോഗ്യമായി മാറുവാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പ്രധാനമായി 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മൺസൂൺ മഴ. പണ്ട് കാലങ്ങളിൽ മനുഷ്യർക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ വേട്ടയാടണം അല്ലെങ്കിൽ കൃഷി ചെയ്യണം. എന്നാൽ 2 മാസത്തോളം ശക്തിയായി പെയ്യുന്ന മൺസൂൺ മഴ കാരണം ഇവ രണ്ടും സാധ്യമല്ല. രണ്ടാമത്തെ കാരണം കേരളത്തിൽ മുഴുവനായി പടർന്നു കിടക്കുന്ന ചതുപ്പ് നിലമാണ്. ഇന്ന് നമ്മൾ കാണുന്ന വയലെല്ലാം ഒരു കാലത്ത് ചതുപ്പ് നിലമായിരുന്നു. ഇവിടെയെല്ലാം 2 ആൾ പൊക്കത്തിൽ കണ്ടൽക്കാട് നിറഞ്ഞു നിന്ന പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്നാൽ അവർ കാടുകളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് അറിയായിരുന്നു. കൂടാതെ ഇവിടങ്ങളിൽ ലഭ്യമായ വിഭവങ്ങൾ വെച്ച് സെറ്റിൽമെന്റ് ഉണ്ടാക്കി ജീവിക്കാനും കഴിയില്ല. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് അന്ന് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ആദിമ വർഗ്ഗക്കാരുണ്ട്, നെഗ്രിറ്റോ വംശജർ. ഇന്ന് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ജീവിക്കുന്ന കാടർ, കാണിക്കാർ, ഉള്ളാടന്മാർ, ചോളനായ്ക്കർ, പണിയാന്മാരെല്ലാം നെഗ്രിറ്റോ വംശജരാണ്. ഇനി അടുത്ത ചോദ്യം, മുമ്പ് സൂചിപ്പിച്ച 2 പ്രധാന തടസ്സങ്ങളെ മറികടന്ന് എപ്പോഴാണ് കേരളം വാസയോഗ്യമായി മാറിയത്? അതിന്റെ ഉത്തരം ഓസ്ട്രലോയിഡുകാരുടെ വരവോടെയാണ്. ഇവരാണ് കേരളത്തിൽ നെൽകൃഷി തുടങ്ങിയത്. കണ്ടൽക്കാട് വെട്ടി നിരത്തിയാൽ നെൽകൃഷിക്ക് ആവശ്യമുള്ള ജലവും സ്ഥലവും ലഭിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. കൂടാതെ ഈ നെല്ല് ശേഖരിച്ചു വെച്ച 2 മാസത്തോളം ശക്തമായി പെയ്യുന്ന മൺസൂൺ മഴയെ അതിജീവിക്കാനും പറ്റും. അങ്ങനെ BC 3000 മുതലാണ് കേരളം എന്ന ഇൻഹാബിറ്റ് ആയ പ്രദേശം ഉണ്ടാവുന്നത്. മനുഷ്യയോഗ്യമല്ലാതെ കിടന്ന നമ്മുടെ കേരളത്തെ വാസയോഗ്യമാക്കി മാറ്റി ഇന്നത്തെ കേരളത്തിന് തുടക്കം കുറിച്ച ഓസ്ട്രലോയിഡുകാർ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇരുളൂർ, കുറിച്യൻ, മലവേടന്മാരൊക്കെ.